സ്ത്രീകൾ കൂടുതൽ പ്രസവിച്ചതുകൊണ്ടല്ല ഇന്ത്യയിലെ ജനസംഖ്യാ നിരക്ക് കൂടുന്നത് എന്നാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഈയിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനന നിരക്ക് കുറയുകയാണ്. പിന്നെ എങ്ങനെയാണ് 145 കോടി ജനങ്ങളോടുകൂടി നമ്മൾ ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായി മാറിയത്? അതായത് മരണനിരക്ക് കുറയുന്നു അഥവാ ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം കൂടുന്നു എന്നാണ് അതിനർത്ഥം. 1971 0 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ളവരുടെ ജനസംഖ്യയിലെ ശതമാനം 41.2%. 14 വയസ്സുവരെയുള്ള ജനസംഖ്യാ ശതമാനം. പക്ഷേ ഇന്ന് 14 വയസ്സുവരെയുള്ളവരുടെ ജനസംഖ്യയിലെ ശതമാനം വെറും 24.8 ചുരുങ്ങി. അപ്പോൾ അത്രയും ജനനങ്ങൾ കുറഞ്ഞു. മാത്രമല്ല 71 65 വയസ്സിന് മുകളിലുള്ളവരുടെ ശതമാനം വെറും 6% മാത്രമേ 65 വയസ്സിന് മുകളിലുള്ളവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അത് 9%. നമ്മുടെ ആയുർദൈർഘ്യം 25 വർഷം കൊണ്ട് 62 നിന്ന് 72 ആകുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ വൃദ്ധന്മാരുടെ എണ്ണം പെരുകുകയാണ് ചെയ്യുന്നത്. ഇനി ജനസംഖ്യ കുറവ് എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, അതേപോലെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രസവ നിരക്ക് കുറയുമ്പോൾ ഇത് നേർ വിപരീതമാണ് മിക്കവാറും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത്. ബീഹാർ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ ജനന നിരക്ക് കൂടുകയുമാണ്. ഇങ്ങനെ ഒരു അസമത്വം ഇന്ത്യയുടെ 2 ഭാഗത്തായി നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. അടുത്തത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലെ ജനസംഖ്യ കുറയും. കാരണം കേരളത്തിലെ ജനന നിരക്ക് കുറയുകയാണ്. മലയാളി 3.5 കോടി മലയാളി ഇവിടെ അവശേഷിക്കണമെങ്കിൽ TFR എന്ന് പറയുന്നത് 2.1% ആകേണ്ടിടത്ത് കേരളത്തിൽ അത് 1.8 മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനന നിരക്കിൻ്റെ കുറവെന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ്. അത്രയും കുറവാണ്. പക്ഷേ കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു അത്ഭുതപ്പെടുത്തുന്ന കണക്ക്, സീനിയർ സിറ്റിസന്മാർ കേരളത്തിൽ 14.4%. ജനസംഖ്യയുടെ 14.4% പേർ സീനിയർ സിറ്റിസന്മാരാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണക്കാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് വൃദ്ധന്മാരുടെ ഒരു പറുദീസയായി മാറുകയാണ്. ഇനി കേരളത്തിന് വേറൊരു നേട്ടം കൂടിയുണ്ട്. നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കേരളമാണ് ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്ന വിശേഷണത്തിന് അർഹമായ സംസ്ഥാനം കേരളമാണ്. കാരണം ഇന്ത്യയിൽ മുതിർന്നവരിൽ ശരാശരി 11.4% പേരിലാണ് പ്രമേഹം കാണുന്നതെങ്കിൽ കേരളത്തിൽ ഇത് കാണുന്നത് 20%-ന് മുകളിലാണ്. ലാൻസെറ്റ് പോലെയുള്ള ചില പഠനങ്ങൾ കാണിക്കുന്നത് 25% വരെ മുതിർന്നവരിൽ പ്രമേഹ രോഗം കാണുന്നു എന്നുള്ളത്. ഇതിനൊരു കാരണമായി പറയുന്നത് പോളിഷ് ചെയ്ത അരി അഥവാ വെള്ള അരി, തവിടില്ലാത്ത അരി കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ പ്രമേഹ രോഗം വർദ്ധിക്കുന്നത് എന്നാണ്. എന്തായാൽ പോലും കേരളത്തിൽ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദമൊക്കെ കൂടുതൽ ആളുകളിൽ പിടിപെടുമ്പോൾ കേരളത്തിൽ ഇനി എന്ത് സംഭവിക്കും? സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒന്ന്, ഹെൽത്ത് സെക്ടറിൽ, ആരോഗ്യ മേഖലയിൽ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക് നിക്ഷേപിക്കേണ്ടി വരും. കാരണം കൂടുതൽ ആളുകളും രോഗികളായി മാറുകയാണ്. അതേപോലെ തന്നെ സമീപഭാവിയിൽ നമ്മുടെ സമ്പത്ത് നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യുവ ജനതയുടെ ശതമാനം കുറയുക വഴി ഇങ്ങോട്ട് കിട്ടേണ്ട പണം കുറയുകയും ചെലവഴിക്കേണ്ടത് കൂടുകയും ചെയ്യുന്ന ഒരു വളരെ ദോഷകരമായ അവസ്ഥയിലേക്ക് കേരളം സമീപഭാവിയിൽ അല്ലെങ്കിൽ ഒരു 10-25 വർഷത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നുള്ളത് ഒരു സങ്കടകരമായ വാർത്തയാണ്. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ മെഡിക്കൽ സയൻസിൽ കൂടുതൽ ഡോക്ടർമാർ വേണ്ടി വരിക ജീറിയാട്രിക്സിലാണ്. എന്താണ് ജീറിയാട്രിക്സ്? പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ ജീറിയാട്രിക്സ് എന്ന് പറയുന്നത് വൃദ്ധന്മാരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇനി കുറേ ഓൾഡ് ഏജ് ഹോമുകൾ, വൃദ്ധസദനങ്ങൾ, ഒരു പക്ഷേ ജീറിയാട്രിക് കെയർ സെൻ്ററുകൾ, അതേപോലെ ഈ ജീറിയാട്രിക് സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടർമാരൊക്കെ ആയിരിക്കും ഇനി കേരളത്തെ ആവശ്യമായിട്ട് വരിക. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു.